ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ട്രാൻസിസ്റ്ററിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്നാണ് ആ വീഡിയോയിലൂടെ പ്രാക്ടിക്കലായി കാണിച്ചു തന്നത്. ഇന്ന് നമ്മൾ റെസിസ്റ്ററിനെ പറ്റിയാണ് വീഡിയോ ചെയ്യുന്നത്. റെസിസ്റ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ്. നമ്മൾ സാധാരണ തിയറി പഠിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും മനസ്സിലാകാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാക്ടിക്കലായി ചെയ്ത് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതുപോയി ഒന്ന് കാണുക, അതിനുശേഷം ഇത് കാണുക. അങ്ങനെ ആകുമ്പോഴാണ് കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ സാധിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ട്രാൻസിസ്റ്ററിൻ്റെ സർക്യൂട്ടാണ്. അതിൽ നമ്മൾ പരീക്ഷണം ചെയ്ത് നമ്മൾ കാണിച്ചു. ഇന്ന് നമ്മൾ അതിൽ വ്യത്യാസം വരുത്തിയിരിക്കുന്നത് LED ആനോഡിൽ നമ്മൾ റെസിസ്റ്റർ ഫിക്സ്ഡായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ബേസ് വോൾട്ടേജ് നമ്മൾ ഫിക്സ്ഡായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പരീക്ഷണത്തിനായി നമ്മൾ 3 റെസിസ്റ്ററാണ് എടുത്തിരിക്കുന്നത്. ഇത് 510 കിലോ ഓം ആണ്, ഇത് 47 കിലോ ഓം ആണ്, ഇത് 1K ആണ്. ഇതിൽ താഴെയുള്ളതാണ് ഓം നമ്മൾ എടുത്തിട്ടില്ല. നമ്മളിന്ന് 12 വോൾട്ടിലാണ് ഈ പരീക്ഷണം നടത്തുന്നത്. നമ്മൾ വോൾട്ടേജ് മീറ്ററിൽ 12 വോൾട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പരീക്ഷണം തുടരാം. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് 12 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ LED ബൾബ് അത് തട്ടിപ്പോകാൻ സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരു റെസിസ്റ്റർ ഇട്ട് കൊടുക്കുന്നു. ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 100 കിലോ ഓമിൻ്റെ റെസിസ്റ്ററാണ്. 100K അല്ല, 1Kയുടെ റെസിസ്റ്ററാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ 1Kയുടെ റെസിസ്റ്റർ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. നോക്കൂ, അത്യാവശ്യം നല്ല പ്രകാശമുണ്ട്. അടുത്തതായി നമ്മൾ 47 കിലോ ഓമിൻ്റെ റെസിസ്റ്റർ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. കണ്ടില്ലേ, പ്രകാശം വളരെ കുറഞ്ഞു. അടുത്തത് നമ്മൾ 510 കിലോ ഓമിൻ്റെയാണ് കൊടുക്കുന്നത്. ഒരു മാറ്റവുമില്ല. മാറ്റം ഇല്ല എന്ന് പറഞ്ഞാലും അവിടെ വോൾട്ടേജ് ചെല്ലുന്നുണ്ട്. LED പ്രകാശിക്കാൻ ആവശ്യമായ വോൾട്ടേജ് അവിടെ ചെല്ലുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതേ മെത്തേഡ് തന്നെയാണ് മൊബൈൽ ഫോണിലുള്ള റെസിസ്റ്ററുകളും. അത് SMD റെസിസ്റ്ററുകളാണ്. ഇനിയും അടുത്തതായി നമ്മൾ 100 ഓമോ അല്ലെങ്കിൽ 10 ഓമോ അല്ലെങ്കിൽ ഡയറക്റ്റ് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ LEDക്ക് എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ LED കഥ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ അറിവ് പകരുന്ന പുതിയ വീഡിയോകൾ ചെയ്യാൻ അത് പ്രചോദനമാകും. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം.